السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മിൽ നിന്ന് വിട പറഞ്ഞ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹുവിന്റെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ വിവിധ ഉദ്ദേശങ്ങളിൽ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ മുറാദുകളെയും അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ ഈമാനോടെ അല്ലാഹുവിന്റെ ദുആത്തിലായി ജീവിക്കാൻ വഫാത്തിന്റെ നേരത്ത് പൂർണ്ണ ഈമാനോടെ കലിമ ചൊല്ലി ലോകത്തോട് വിട പറയാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഈ ഭൂമിയിലേക്ക് വലിയ ദൗത്യവും ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ടാണ് ഓരോ വിശ്വാസിയും പിറന്നു വീഴുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ഏത് കോണിലേക്ക് ജനിച്ചു വീഴുന്ന കുഞ്ഞിനോടും അവിടുത്തെ സാമൂഹിക പാരിസ്ഥിതിക സാഹചര്യങ്ങളെ ഒന്നും പരിഗണിക്കാതെ നാട് ഏതാണ്, കാലാവസ്ഥ ഏതാണ്, സ്ഥിതിഗതികൾ എന്താണ്, ഇതൊക്കെ എങ്ങനെയാണെങ്കിലും അവിടെയൊക്കെ പിറന്നു വീഴുന്ന ഒരു വിശ്വാസിയായ മനുഷ്യനോട് അള്ളാഹുവിന്റെ കൽപ്പന, വിശ്വാസി എന്നല്ല അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ പറുദീസയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനോടുമുള്ള റബ്ബിന്റെ കൽപ്പന എന്താണ്? നമുക്കൊക്കെ അറിയാം എന്തിന് ഭൂമിയിൽ ജീവിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അള്ളാഹുവിനുള്ള ഇബാദത്തിന് വേണ്ടിയാണ് ഭൂമിയിൽ നിയോഗിക്കപ്പെട്ടത് എന്ന് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. എങ്കിൽ 50, 60, 70 കൊല്ലം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച അടിമകളിൽ എത്ര പേർക്ക് ആ ഇബാദത്തിന്റെ മധുരം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഒരു യാന്ത്രികമായ പ്രവർത്തനമല്ല. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആസ്വദിച്ച് ചെയ്യുന്നവരാണ്. ആസ്വാദനമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ ആസ്വാദനം നമുക്ക് ലഭിക്കാതെ പോയാൽ അതിന്റെ നഷ്ടം എത്രയാണ്? നമ്മളൊരു സുഭിക്ഷമായ ഒരു സദ്യക്ക് മുമ്പിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. വൈവിധ്യമാർന്ന വിഭവങ്ങൾ അവിടെയുണ്ട്. എരിവും പുളിയും മധുരവുമുള്ള വിഭവങ്ങൾ അവിടെയുണ്ട്. അതിൽ വ്യത്യസ്ത വിഭവങ്ങൾ നമ്മൾ രുചിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തു. പക്ഷേ അതിലൊന്നിന്റെയും രുചി നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല എന്ന് കരുതുക. എങ്കിൽ ആ ഭക്ഷണ തളികയിൽ നമ്മൾ ഇരുന്ന അത്രയും സമയം വേസ്റ്റാണ്. പുറത്തുനിന്ന് കാണുന്നവർക്ക് നമ്മൾ വയറ് നിറയെ കഴിച്ചിട്ടുണ്ട്, നമ്മുടെ വയറ് നിറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കതിന്റെ രുചി അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ആ ചെലവഴിച്ച സമയമൊക്കെ വേസ്റ്റാണ്. നിറഞ്ഞ വയർ നമുക്കൊരു ഭാരമായി മാറും. ഭക്ഷണം കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്ന കാര്യം നമ്മുടെ വയറ് നിറയിൽ മാത്രമാണോ? എങ്കിൽ മറ്റെന്തൊക്കെ വസ്തുക്കളെ കൊണ്ട് നമുക്ക് നിറക്കാം. ഭക്ഷണം വയറ് നിറക്കുക മാത്രമല്ല, നമ്മുടെ ശരീരത്തിനും മനസ്സിനും അതൊരു ആസ്വാദനം നൽകുന്നുണ്ട്. ആസ്വാദനമില്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തിൽ ചോയ്സ് ഉണ്ടാവില്ല. ഏതും നമ്മൾ കഴിക്കാം. നമ്മൾ ഏത് ഭക്ഷണവും കഴിക്കും. നമുക്ക് അതിന് പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല. നമ്മൾ അങ്ങനെയാണോ? ഒരു തീൻമേശയുടെ മുകളിൽ നമ്മൾ ഇരുന്നാൽ അതിനടുത്ത് നമ്മൾ ഭക്ഷണത്തിന്റെ നെയ്യത്ത് കരുതി നമ്മൾ ഇരുന്നാൽ നമ്മൾ അവിടെ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള നമ്മുടെ താല്പര്യം എന്റെ വയറൊന്ന് നിറഞ്ഞു കിട്ടണേ 5 മിനിറ്റ് കൊണ്ട് എന്നതല്ല. എന്റെ നാവിനും എന്റെ അഭിരുചിക്കും അനുസരിച്ച് ഇഷ്ടപ്പെടുന്ന രുചികരമായ സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഏതാണ് ഇതിൽ എന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. അതിന് തന്നെ നമ്മൾ സമയം നിശ്ചയിക്കും പ്രത്യേകമായി. നമ്മളൊരു ചോറിന്റെ മുമ്പിൽ ഇരുന്നാൽ ആ ചോറിന്റെ കൂടെ കൂട്ടാൻ നമുക്ക് നല്ല തൈരും അച്ചാറും ചമ്മന്തിയും ഒക്കെ ഉണ്ടെങ്കിൽ ഏതായാലും ഒക്കെ വയറ്റിലേക്കാണ് പോകുന്നത്. എന്നാൽ ആദ്യം ചമ്മന്തി മൊത്തമായിട്ട് അങ്ങ് കഴിക്കട്ടെ നമ്മൾ കരുതാറില്ല. ചോറ് അല്പം എടുത്ത് അതിനോട് ചേരുവയായിട്ടാണ് നമ്മൾ ചമ്മന്തി ഉപയോഗിക്കുക. നമുക്ക് വെള്ളം ആവശ്യമുള്ള നേരത്താണ് നമ്മൾ വെള്ളം എടുക്കുക. എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായ താളലയത്തിലുള്ള ഒരു ഗാനം പോലെ നമ്മൾ ആസ്വദിച്ചുകൊണ്ടാണ്
നമ്മളുടെ മുമ്പിൽ തീന്മേശയുടെ മുമ്പിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നത്. നോക്കൂ, നമ്മുടെ നാവിന്റെ മുകളിലുള്ള ഒരു ചെറിയ പാടയാണ് നമുക്ക് ഈ രുചി അനുഭവിപ്പിച്ചു തരുന്നത്. അള്ളാഹുവിന്റെ നിഅമത്താണ്. അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. ആ നാവിന്റെ മുകളിലുള്ള രുചിയുടെ പാടകൾ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. അവർക്ക് നഷ്ടപ്പെട്ടു പോയ ലക്ഷങ്ങൾ ചെലവ് വരും അതിനെ മടക്കി കൊണ്ടുവരാൻ. ആ രുചിയുടെ അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞ് മനുഷ്യന്റെ മുമ്പിലേക്ക് നിറക്കപ്പെട്ട ഭക്ഷണ വിഭവങ്ങളുടെ സമൃദ്ധമായ സദ്യക്ക് അവന്റെ മുമ്പിൽ ഒരു വിലയുമില്ല. അതവന്റെ വയറും നിറക്കാനുള്ള ഒരു ഉപായം മാത്രമാണ്. അവന് സ്വാദ് തരുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാം ഇങ്ങനെയാണ്. നമ്മൾ ധരിക്കുന്ന വസ്ത്രമാകട്ടെ, നമ്മൾ സംസാരിക്കുന്ന മനുഷ്യരാകട്ടെ, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളാവട്ടെ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളാവട്ടെ, ഇതൊക്കെ നമുക്ക് ആസ്വാദനം പകരുന്നുണ്ട്. ആ ആസ്വാദനത്തെ അനുഭവിക്കാതെ കഴിഞ്ഞു പോകുന്നവനെ അവരെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്തൊരു മണ്ടനാണ് ഇവൻ എന്നാണ്. മണിക്കൂറുകൾ ഒരു പ്രഭാഷണത്തിന്റെ ഒരു പാട്ടിന്റെ ആസ്വാദനം കേട്ടു, പക്ഷേ ആ കേട്ടതൊന്നും അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ സമയം അവർക്ക് വേസ്റ്റാണ്. നോക്കൂ, എല്ലാത്തിനും മധുരമുണ്ടെങ്കിൽ ഈ ഭൂമിയിലേക്ക് അല്ലാഹു തആല മനുഷ്യനെ നിയോഗിച്ചു പറഞ്ഞയച്ചിട്ടുള്ള ഇബാദത്തിനും ഉണ്ടൊരു മധുരം. ആ ഇബാദത്തിനെ അനുഭവിക്കുവാൻ കഴിയുക എന്നത് വലിയൊരു തൗഫീഖാണ്. 50-60 കൊല്ലം ജീവിച്ചു, പക്ഷേ നിസ്കാരത്തിന്റെ അനുഭവത്തെ എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവനേക്കാൾ വലിയ ഹതഭാഗ്യൻ പിന്നെ ആരാണ്? 60 കൊല്ലം ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. എത്ര മണിക്കൂറുകളാണ് 60 കൊല്ലത്തെ നിസ്കാരം എന്ന് പറഞ്ഞാൽ. ആ മണിക്കൂറുകൾ ഞാൻ ചെലവഴിച്ചിട്ട് ഇപ്പോഴും എനിക്ക് നിസ്കാരം ഒരു ഭാരമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇപ്പോഴും എനിക്ക് നിസ്കാരം ഒരു ഭാരമാണെന്ന് പറഞ്ഞാൽ എന്റെ മുമ്പിൽ സ്വാദിഷ്ടമായ ഭക്ഷണം കൊണ്ടുപോയി വെച്ചിട്ട് എനിക്കത് കേവലം വയറു നിറക്കാനുള്ള ഉപായം മാത്രമാണ് എന്ന് കരുതുന്നവന്റെ സ്ത്രീയാണ്. എനിക്ക് ആ നിസ്കാരത്തിന്റെ മധുരം അനുഭവിക്കാൻ കഴിയുന്നില്ല. 60 കൊല്ലമായി ഞാൻ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകാൻ തുടങ്ങിയിട്ട്, 50 കൊല്ലമായി ഞാൻ പള്ളിയിലേക്ക് ഇഅ്തികാഫിനോ നിസ്കാരത്തിനോ ജമാഅത്തിനോ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഇന്നും പള്ളിയിലേക്കുള്ള പോക്ക് എനിക്കൊരു ഭാരമാണ്. എത്ര കാലെടുത്തു വെച്ചാലും അങ്ങോട്ട് എത്തില്ല. അതിനിടയിലുള്ള ആളുകളോടൊക്കെ വർത്താനം പറഞ്ഞ് അവസാനത്തെ മെസ്സേജുകളും നോക്കി ഇനി ഒന്നും മൊബൈലിൽ നോക്കാൻ ബാക്കിയില്ലെന്നറിഞ്ഞ് ഇനി പ്രത്യേകിച്ചൊരു പണിയുമില്ല എന്നറിയുന്ന നേരത്തേക്കാണ് ഞാൻ പള്ളിയിലേക്ക് കാലെടുത്തു വെക്കുന്നത്. ബാങ്ക് കൊടുക്കുന്നത് ഞാൻ ഇങ്ങനെ കേൾക്കുന്നു. എന്റെ മുമ്പിൽ ആസ്വാദനത്തിന്റെ അനേകം കാരണങ്ങൾ എന്റെ മുമ്പിലുണ്ട്. ഞാൻ കിടക്കുകയാണ്, AC-യുടെ തണുപ്പ് കൊള്ളുകയാണ്, എന്റെ ഭാര്യയോട് കുശലം പറയുകയാണ്, എന്റെ കുട്ടികളെ കളിപ്പിക്കുകയാണ്. എല്ലാ ആസ്വാദനങ്ങളും ഞാൻ ഇങ്ങനെ അനുഭവിക്കുകയാണ്. ബാങ്ക് കൊടുത്തു, 1 മിനിറ്റ് 2 മിനിറ്റ് മണിക്കൂറുകൾ കഴിഞ്ഞു. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഇനി പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല എന്ന് ശരീരം പറയുന്ന നേരത്താണ് അവസാനത്തെ അരമണിക്കൂറിന്റെ മുമ്പ് ഇനിയൊന്ന് മുസല്ല എടുക്കാം, ഇനിയൊന്ന് വുളു എടുക്കാം. ആ വുളു എടുക്കാൻ വേണ്ടി പോകുന്ന നേരത്തെ തന്നെ അത് കഴിഞ്ഞിട്ടാൻ എത്ര പണിയാണ്. നമ്മളിങ്ങനെ ഒരുങ്ങണം, മൊബൈൽ അവസാനത്തെ മെസ്സേജ് നോക്കണം, ചാർജ് തീർന്നെന്നറിയണം. എന്നിട്ട് ഇനി പ്രത്യേകിച്ച് എനിക്ക് പണിയൊന്നുമില്ല എന്നറിയുന്ന നേരത്ത് മാത്രം ചെയ്യുന്ന ഒരു ഭാരമുള്ള പണിയായി അവന്റെ നിസ്കാരം മാറുകയാണ്, ഇബാദത്തുകൾ മാറുകയാണ്. ഇപ്പോഴും വിശുദ്ധ ഖുർആൻ തുറന്ന് ഞാൻ അതിലേക്ക് വിശുദ്ധ ഖുർആൻ തുറന്നു വെച്ചിട്ട് മുസ്ഹഫിലേക്ക് നോക്കിയിട്ട് ഓതുന്ന നേരത്ത് 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് എന്റെ കണ്ണിന്റെ മുകളിൽ കല്ല് വന്ന് വീടുന്ന പോലെ ഭാരം അനുഭവപ്പെടുകയാണ്. എത്ര ഹതഭാഗ്യരാണ് നമ്മൾ, എത്ര ഹതഭാഗ്യരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇബാദത്തിന്റെ മധുരം അനുഭവിക്കാതെ മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇബാദത്തിന്റെ ആനന്ദം ലഭിക്കണമെങ്കിൽ ദുനിയാവുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ കുറയണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളായ അടിമകളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ വലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ. അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയ അക്ബറ ഹമ്മിനാ. അല്ലാഹുവേ, എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആലോചനകളിൽ, പ്രശ്നങ്ങളിൽ, എന്റെ ഹമ്മുകളിൽ പ്രധാനപ്പെട്ട ദുനിയാവാക്കി മാറ്റരുതേ. ആലോചനയിൽ മുഴുവനും ദുനിയാവിനെ കുറിച്ച്, ജോലിയെ കുറിച്ച്, ശമ്പളത്തെ കുറിച്ച്, വിഭവങ്ങളെ കുറിച്ച്, മക്കളെ കുറിച്ച്, വീടിനെ കുറിച്ച്, എന്റെ വർത്തമാനങ്ങളും ആലോചനകളും ഹമ്മുകൾ മുഴുവനും ദുനിയാവാക്കി മാറ്റരുതേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞ പ്രാർത്ഥനയാണിത്. ദുനിയാവിൽ എന്റെ ഹമ്മാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ഹമ്മ് എന്ന് പറയുമ്പോഴാണ് എന്റെ മനസ്സിന് ഒഴിവുള്ള നേരത്തൊക്കെ എന്റെ മനസ്സിലേക്ക് ആ ചിന്ത ഇങ്ങനെ ഓടി വരികയാണ്. എന്റെ മക്കൾ എന്റെ ഹമ്മാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്?
എപ്പോഴും മക്കളെ കുറിച്ചുള്ള ചിന്ത. ആരോടും വർത്താനം പറയുമ്പോൾ മക്കളെ കുറിച്ച് നമുക്ക് അങ്ങനെ ഉണ്ടാവാറില്ലേ? നമ്മുടെ ഹമ്മ എന്താണെന്നറിയാൻ എപ്പോഴും നമ്മുടെ ആലോചനകൾ, എല്ലാവരോടും നമ്മൾ പറയുന്ന വർത്തമാനങ്ങൾ ഏതാണെന്ന് നോക്കിയാൽ മതി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹമ്മ ആര് ജയിക്കും ആര് തോൽക്കും എന്നതായിരിക്കും. ഇന്നലെ മുതൽ നമ്മുടെ കുട്ടികളുടെ ഹമ്മ വേൾഡ് കപ്പിനെ കുറിച്ചും ഫുട്ബോളിനെ കുറിച്ചുമാണ്. അത് ഹമ്മായി മാറുന്നു. മൊബൈൽ തുറന്നാലുള്ള അന്വേഷണം അത്. ആരോട് വർത്തമാനം പറയുമ്പോഴും അതിനെ കുറിച്ച്. അങ്ങാടിയിൽ പോയി രണ്ടുപേരെ കണ്ടുമുട്ടിയാൽ പറയുന്ന വർത്തമാനങ്ങൾ അതിനെ കുറിച്ച്. എന്നാൽ ഈ ഭൂമിയിൽ വേറെ ചില മനുഷ്യരുണ്ട്, അവരുടെ ഹമ്മകൾ എപ്പോഴും അല്ലാഹുവിനെ കുറിച്ചാണ്. എപ്പോഴും അവരുടെ ഹമ്മ ദീനിനെ കുറിച്ചാണ്. എപ്പോഴും അവരുടെ ഹമ്മ ഇബാദത്തിനെ കുറിച്ചാണ്. തമ്മിൽ കണ്ടുമുട്ടിയാൽ പരസ്പരം ചോദിക്കുന്നതാണ്. ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഈ ആഴ്ചയിൽ ഞായറാഴ്ച എനിക്ക് ഒഴിവുണ്ട്, ഒരു യാത്ര പോകണമെന്ന് തീരുമാനിക്കുമ്പോൾ അവന്റെ ഹമ്മ അവന്റെ ഈമാനെ കൂട്ടാനുള്ള യാത്രയെ കുറിച്ചായിരിക്കും. രോഗ സന്ദർശനത്തെ കുറിച്ച്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉസ്താദിനെ കണ്ടുമുട്ടണം എന്നതിനെ കുറിച്ച്, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ഒരു വലിയ ചാരത്ത് പോയിരിക്കണം എന്നതിനെ കുറിച്ച്, റബ്ബിനെ കുറിച്ച് ഓർമ്മ തരുന്ന ഹമ്മകൾ. ഈ ഹമ്മ ഇരിക്കണം മുഅ്മിനിന്റെ ഹമ്മ എന്ന് അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറുണ്ട്. അപ്പൊ ദുനിയാവ് ഹമ്മായി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം ഭാരമാണ്, പള്ളിയിൽ താമസിക്കുന്ന സമയങ്ങൾ ഭാരമാണ്. എന്തുകൊണ്ടാണ് പള്ളിയിൽ നമ്മൾ ചെലവഴിച്ച സമയം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ എഴുന്നേൽക്കണമെന്ന് നമുക്ക് തോന്നുന്നത്? വേറെ തിരക്കുണ്ടായിട്ടൊന്നുമല്ല. തിരക്കുള്ളവർ അപൂർവമായിരിക്കും, അത് അത്യാവശ്യമുള്ള തിരക്കാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നിസ്കാരം കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് നേരത്തെ ദിക്ർ ദുആകൾക്ക് ശേഷമുള്ള ആ ദുആയിലൊന്ന് പങ്കെടുക്കണമെന്ന് കരുതാതെ 2 മിനിറ്റ് സമയം മാത്രം മതി 2 റക്അത്തിന്റെ റവാത്തിബ് നിസ്കരിക്കാൻ, അത് വേണ്ടെന്ന് വെച്ച് പള്ളിയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങണമെന്ന് എന്റെ മനസ്സെന്നോട് പറയുന്നു. എനിക്ക് മറ്റൊരു ഹമ്മുണ്ടായത് കൊണ്ടാണ്. എന്റെ വാഹനവുമായി എടുത്തു പോകണം, എന്തെങ്കിലും മധുരം കഴിക്കണം, ഇന്നയാളെ കാണണം. എന്റെ ഉള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്റെ ടെൻഷൻ ദുനിയാവുകളായതുകൊണ്ടാണ്. ഇതായാൽ അവര് ദുനിയാവിൽ മധുരം അനുഭവിക്കാൻ കഴിയില്ല, ഇബാദത്തിന്റെ ആനന്ദം കണ്ടെത്താൻ കഴിയില്ല. اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا. ഒരുപാട് വിവരം ഞാൻ നേടുന്നുണ്ട്. ആ വിവരങ്ങളുടെ, എന്റെ കയ്യിലുള്ള വിജ്ഞാനങ്ങളുടെ ആത്യന്തികമായ ഫലം ദുനിയാവാക്കരുതേ. നമുക്കൊക്കെ എന്തൊക്കെ വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളെ കൊണ്ട് കിട്ടിയത് എന്താണ്? പേരാണ്, പ്രശസ്തിയാണ്, ജോലിയാണ്, സമ്പാദ്യമാണ്. എന്റെ വിവരങ്ങളെ കൊണ്ട് എനിക്ക് കിട്ടിയത് ഇതൊക്കെയാണെങ്കിൽ നഷ്ടമാണ്. എന്നാൽ എന്റെ കയ്യിലുള്ള വിവരങ്ങളെ കൊണ്ട് എനിക്ക് കിട്ടുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണെങ്കിൽ, ഇന്നലെ എനിക്കുണ്ടായിരുന്ന വിവരത്തെക്കാൾ കൂടുതൽ റബ്ബിനെ കുറിച്ച് അടുക്കാൻ ഇന്ന് കഴിഞ്ഞു എങ്കിൽ എന്റെ ഇന്നത്തെ ഇബാദത്തിന് കൂടുതൽ ആസ്വാദന ശേഷി ഉണ്ടാകും. നമ്മൾ അങ്ങനെയല്ലേ? ഓരോന്നിന്റെയും ആസ്വാദനത്തെ അനുഭവിപ്പിക്കാൻ നമ്മളെ കുട്ടികൾ, സ്കൂൾ തുറന്നു, നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. കുട്ടികൾക്ക് മടിയാണ്, താല്പര്യക്കുറവാണ്, കുട്ടികൾ കരയുകയാണ്. കൊച്ചുമക്കൾ കരഞ്ഞുകൊണ്ടിരിക്കും, പോകാൻ താല്പര്യമില്ലെന്ന് പറയും. ഇതേ കുട്ടികൾ 5ഉം 6ഉം 7ഉം ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കല്യാണമുണ്ടെന്ന് പറഞ്ഞാലും ഒരു പോരൂല. അവർക്ക് പിന്നെ സ്കൂളായിരിക്കും അവരുടെ താല്പര്യം. എന്തുകൊണ്ടാ? അവിടെ ഒരു ആനന്ദം അവരെ കണ്ടെത്തുകയാണ്. നമുക്ക് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് 10ാം ക്ലാസ്സിലേക്ക് സ്കൂൾ പോകുന്ന അന്നും ഞാൻ പോകുന്നില്ല ഉമ്മച്ചിയെ എന്ന് പറയുന്ന കുട്ടികൾ കുറവായിരിക്കും. ആ കുട്ടികൾ ഒരു പക്ഷേ വലിച്ചുകൊണ്ടായിരിക്കും അവരെ ബസ്സിലേക്ക് LKG കയറ്റി കൊണ്ടുപോയിട്ടുണ്ടാവുക. പക്ഷെ 10ലെത്തിയപ്പോഴേക്ക് അവർ 10 കഴിഞ്ഞ് പിരിഞ്ഞു പോരുമ്പോൾ അവർ കരയും, എന്റെ സ്കൂൾ പഠനം കഴിഞ്ഞല്ലോ. എന്തുകൊണ്ടാണ്? അവർ LKG കിട്ടാത്ത ഒരു ആസ്വാദനത്തെ അവർ 10ാം ക്ലാസ് എത്തുമ്പോഴേക്ക് കിട്ടി. അത് കിട്ടാത്തവരെ കുറിച്ച് സ്കൂളിൽ പഠനം നഷ്ടമായി എന്നല്ലേ പറയാം. നോക്കൂ, നമ്മുടെ LKG ആണ് നമ്മൾ 7ാമത്തെ വയസ്സിൽ നിസ്കരിക്കാൻ ഉമ്മ നമ്മളോട് പറയുന്ന പ്രായം. 10ാമത്തെ വയസ്സിൽ നിസ്കരിച്ചില്ലെങ്കിൽ ഉമ്മ നമ്മൾ അടിക്കുന്ന പ്രായം, ഉപ്പ നമ്മൾ അടിക്കുന്ന പ്രായം നമ്മുടെ LKGയും 1ാം ക്ലാസ്സുമാണ്. അത് കഴിഞ്ഞ് എത്ര ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞു. ഇപ്പോഴും നമുക്ക് അതിൽ നിന്നൊരു മാറ്റവും വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന മനുഷ്യൻ എത്ര പരാജിതനാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ. റബ്ബേ, എന്റെ മുസീബത്ത് എന്റെ ദീനിലാക്കി മാറ്റരുതേ. നമുക്കൊക്കെ എത്ര മുസീബത്തുകൾ വരുന്നുണ്ട്. വലിയൊരു മുസീബത്താണ്. നമ്മൾ പറയും എന്തിനെ കുറിച്ച്? അസുഖം വന്നാൽ, ആക്സിഡന്റ് വന്നാൽ, വലിയ സാമ്പത്തിക ബാധ്യതകൾ വന്നാൽ, അതല്ല മുസീബത്ത്. യഥാർത്ഥത്തിലുള്ള മുസീബത്ത് ഏതാണ്? ഇപ്പോഴും ഇബാദത്തുകളോട് എനിക്കൊരു താല്പര്യമില്ലാതെ വിരക്തി വരുന്നു.
ഇബാദത്തിനോട് എനിക്കൊരു വിരക്തി വരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്തിൽ ഈ ദുനിയാവിന്റെ ആസ്വാദനങ്ങൾക്ക് വേണ്ടി മാത്രം എന്റെ ശരീരത്തെ ഞാൻ വിട്ടുകൊടുക്കുന്നു. ദിക്റുകൾ എന്റെ ചുണ്ടിൽ ഒരു ഭാരമാകുന്നു. സ്വലാത്തുകൾ ചെല്ലാൻ കഴിയാത്ത വിധത്തിൽ എന്റെ നാവിന് ആരോ ഒരു കെട്ടിയിടുന്നു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തോന്നാത്ത വിധത്തിൽ എന്റെ കണ്ണിന് ഭാരം വരുന്നു. ഇത് മുസീബത്താണ്. ഈ മുസീബത്ത് ഉണ്ടാവരുതേ എന്ന് ദുആരക്കണമെന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് മുസീബത്താണെന്ന് പോലും തിരിച്ചറിയാതെ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ പരാജയം. ബനു ഇസ്രായേൽകാരനായ ഒരു ആബിദിന്റെ കഥ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അദ്ദേഹം അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവേ, ഞാൻ നിനക്ക് എത്രയാണ് ദോഷം ചെയ്തത്. ഞാൻ നിന്നോട് മഅസിയത്ത് ചെയ്യുകയാണ് എന്നും. ഇന്നലെ ചെയ്യാത്ത തെറ്റ് ഇന്ന് ചെയ്യുന്നു, ചെയ്തത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്നു. പക്ഷെ എന്നിട്ടും റബ്ബേ, നീ എനിക്ക് ഒരു നിഅ്മത്തും തടഞ്ഞില്ലല്ലോ. എനിക്ക് വീണ്ടും ഭക്ഷണം നൽകുന്നു, എനിക്ക് വീണ്ടും വിഭവം നൽകുന്നു, എനിക്ക് വീണ്ടും മക്കളെ തരുന്നു, എനിക്ക് വീണ്ടും ആസ്വാദനങ്ങൾ തരുന്നു. ഞാൻ പിന്നെയും തെറ്റ് ചെയ്യുന്നു, ഒന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യനോട് അല്ലാഹു തആല മറുപടി പറഞ്ഞു എന്നാണ്. ഒരു അശരീരി അവൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അല്ലാഹു അവനോട് മറുപടി പറഞ്ഞു എന്നാണ്, നിനക്ക് അല്ലാഹു തആല ഈ ഭൂമിയിൽ ഓരോ നിമിഷവും ഞാൻ നിന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വലാതദരി, ആ ശിക്ഷ അനുഭവിക്കാൻ നിനക്ക് കഴിയുന്നില്ല. എന്താണ് നിനക്ക് നൽകുന്ന ശിക്ഷ? എന്താണ്? നിന്റെ ഭക്ഷണം കുറക്കലല്ല, നിന്റെ മക്കളുടെ എണ്ണം കുറക്കലല്ല, നിന്റെ മക്കളുടെ ആരോഗ്യമോ സൗന്ദര്യമോ കുറച്ചു കാട്ടലല്ല, നിന്റെ വീടിന്റെ നിർമ്മാണത്തെ തടഞ്ഞു വെക്കലല്ല. അള്ളാഹു നിനക്ക് നൽകുന്ന ശിക്ഷ എന്താണ്? അലൈസ ഖദ് ഹറംതുക ഹലാവത മുനാജാതി, നീ എത്ര കാലമായി എനിക്ക് നിസ്കരിക്കാൻ തുടങ്ങി, എത്ര കാലമായി എന്നെ വിളിക്കാൻ തുടങ്ങി, ഞാനുമായി നടത്തുന്ന സംഭാഷണത്തിന്റെ, ഞാനുമായി നടത്തുന്ന മുനാജാത്തിന്റെ ആനന്ദത്തെ ഈ കാലഘട്ടത്തിനിടയിൽ എപ്പോഴെങ്കിലും നിനക്ക് ലഭിച്ചിട്ടുണ്ടോ? ഞാൻ തടഞ്ഞു വെച്ചില്ലേ? എന്നോടുള്ള മുനാജാത്തിന്റെ വാതിൽ ഞാൻ അടച്ചില്ലേ? എന്നോടുള്ള സംഭാഷണത്തിൽ മറയിട്ടില്ലേ? ഇപ്പോൾ നീ നടത്തുന്ന ഇബാദത്തുകൾ കേവലം യാന്ത്രികമല്ലേ, അതര വ്യായാമങ്ങളല്ലേ, നിസ്കാരങ്ങൾ കേവലം എക്സസൈസുകൾ മാത്രമായി ചുരുങ്ങിയില്ലേ? ഞാനാകുന്ന ഖാലിഖാകുന്ന റബ്ബ്, എനിക്ക് ഭക്ഷണം നൽകുന്ന ഞാൻ ആർക്കു വേണ്ടിയാണോ സുജൂദ് ചെയ്യുന്നത്, ആ റബ്ബുമായുള്ള മുനാജാത്തിന്റെ ആനന്ദത്തെ അനുഭവിക്കാതെ കഴിഞ്ഞു പോകുന്ന മണിക്കൂറുകൾ, ആ മണിക്കൂറുകളല്ലേ ഈ ഭൂമിയിൽ ഒരു വിശ്വാസിക്കുള്ള ഏറ്റവും വലിയ മുസീബത്ത്, ഏറ്റവും വലിയ ശിക്ഷ. അതാണ് ഞാൻ എനിക്ക് നൽകിയ ശിക്ഷയെന്ന് അള്ളാഹുവിന്റെ ഒരു അശരീരി അവനോട് പറഞ്ഞുവെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇതാണ് എനിക്ക് നൽകപ്പെടുന്ന ശിക്ഷ എന്നുപോലും അറിയാൻ കഴിയാതെ പോകുന്നവനാണ് ഭൂമിയിൽ നമ്മളെപ്പോലുള്ളവർ. നമ്മൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കുട്ടികളുടെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കടബാധ്യതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്റെ ആരോഗ്യം ശോഷിച്ചു പോയതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് നിസ്കാരത്തിൽ ലഭിക്കാതെ പോയ ആനന്ദത്തെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഹൃദയത്തെ ബാധിച്ച അസുഖത്തിന് ചികിത്സിക്കാൻ ഏത് ഡോക്ടർ അടിയിലേക്കാണ് നമ്മൾ പോയത്? ഈ രണ്ട് കരങ്ങൾ ഉയർത്തി റബ്ബിനോട് നമ്മൾ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്? കുട്ടിയുടെ പരീക്ഷയിൽ ഫുൾ മാർക്ക് ചോദിച്ചിട്ടുണ്ട്, എന്റെ അസുഖത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. റബ്ബേ, ഞാൻ നിസ്കരിക്കുന്ന നേരത്തെ 5 മിനിറ്റ് എനിക്ക് പൂർണ്ണമായ ആനന്ദം നൽകിയിട്ടുള്ള ഒരു നിസ്കാരത്തെ റബ്ബേ എനിക്ക് നൽകണേ എന്ന ഒരു ചോദ്യം ഈ കൈ ഉയർത്തിയിട്ട് റബ്ബിനോട് ചോദിച്ചിട്ടുണ്ടോ? അത് ചോദിക്കാൻ പോലും മറന്നുപോകുന്നു എന്നതാണ് ലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അതിലേക്ക് മടങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് ഒരു പുതിയ ഹിജറ വർഷത്തിന്റെ അവസാനവും ഒരു പുതിയ ഹിജറ വർഷത്തിന്റെ ആരംഭത്തിലേക്ക് നമ്മൾ കടക്കാൻ. അടുത്ത ആഴ്ചയിലേക്ക് നമ്മൾ വരുമ്പോ പുതിയ ഹിജറ വർഷത്തിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ടാകും. മുഹറമിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ള ഇബാദത്തിന് പുണ്യമുണ്ടെന്ന് കരുതപ്പെടുന്ന പഠിപ്പിച്ചിട്ടുള്ള 10 ദിനങ്ങളാണ്. ആ 10 ദിനങ്ങളിലെ നോമ്പിന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ഫദ്ല് പഠിപ്പിച്ചിട്ടുണ്ട്. ആ മുഹറത്തിലെ നോമ്പുകൾ പാപങ്ങളെ പൊറുപ്പിച്ചു കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദുൽഹിജ്ജയുടെ അവസാനത്തെ ദിവസവും മുഹറത്തിന്റെ ആദ്യത്തെ ദിവസവും നോമ്പിലായി ഇബാദത്തിലായി കഴിയുന്നവന് അള്ളാഹുവിന്റെ പ്രത്യേകമായ മഗ്ഫിറത്ത് ഉണ്ടാകുമെന്ന് ആരിഫികൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും നമുക്ക് ഒരുങ്ങാനുള്ള കാരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് ഒരുങ്ങാൻ നമുക്ക്
തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വയസ്സിങ്ങനെ കൂടുന്നു, കാലം ഇങ്ങനെ മാറുന്നു. ഇപ്പോഴും നമ്മുടെ ആനന്ദങ്ങൾ നമ്മൾ ചെറിയ മക്കളാകുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ആനന്ദങ്ങൾ തന്നെയായി പരിമിതപ്പെടുന്നു. പ്രായം കൂടുന്നതിനനുസരിച്ച് ആനന്ദങ്ങളിൽ മാറ്റം വരണം. ഇബാദത്തുകളുടെ ആസ്വാദനങ്ങൾ അനുഭവിക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദുനിയാവിന്റെ ആനന്ദങ്ങളെ തൊട്ട് അള്ളാഹു തആല നമ്മളെ തടയട്ടെ. ദുനിയാവിന്റെ ആനന്ദങ്ങൾ നമ്മുടെ ഹമ്മാക്കി അള്ളാഹു മാറ്റാതിരിക്കട്ടെ. നല്ല ഹലാവത്തോടെ മധുരമുള്ള ഇബാദത്തിന്റെ അനുഭവങ്ങൾ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്.